അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഈത്തപ്പഴം പൊരിച്ചതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കുരു കളഞ്ഞിട്ട് ഈത്തപ്പഴം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അതിന് തേങ്ങ, അണ്ടി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ പാത്രം ചൂടായാൽ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമുക്ക് അണ്ടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ 2 സ്പൂണ് പഞ്ചസാര. ഈത്തപ്പഴം മധുരമുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെറിയ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കുരു കളഞ്ഞ് വെച്ച ഈത്തപ്പഴത്തിൽ തേങ്ങ എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ മുഴുവനായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഒരു ബൗളെടുത്തിട്ട് അതിൽ 3 കയ്യിൽ മൈദപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ഈത്തപ്പഴം എടുത്തിട്ടുള്ളത് ആ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ പൊടിയെടുക്കാൻ. എന്നിട്ട് പിന്നെ അതിൻ്റെ പകുതി അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളമാണ് ഒഴിക്കേണ്ടത്, വെള്ളം ഒഴിച്ചിട്ട് തിക്ക് രൂപത്തിൽ നമ്മൾ കലക്കിയെടുക്കണം. മാവ് അത്യാവശ്യം തിക്ക് വേണം. തിക്ക് കുറവാണെങ്കിൽ ഈത്തപ്പഴം വേറെ ഭാഗത്തും മാവ് വേറെ ഭാഗത്തും ആയിപ്പോവും. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. വേറൊരു കുഴപ്പമില്ല, നല്ല അടിപൊളി സ്നാക്സാണ്. നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രം വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്തെടുത്ത ഈത്തപ്പഴം മാവിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ മാവ് ഈത്തപ്പഴത്തിനെ കവർ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഈ രൂപത്തിലായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.